താമരശ്ശേരി ചുരത്തിലെ ഗതാഗത പ്രതിസന്ധിക്ക് പരിഹാരം. റോഡിൽ വീണ പാറകളും കല്ലുകളും നീക്കി വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. വയനാട് ഭാഗത്ത് കുടുങ്ങിയ വാഹനങ്ങളാണ് ആദ്യം കടത്തിവിടുന്നത്. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ആണ് ചേരുന്നത്. ലിനറ്റ്, എന്തായാലും ഇതിൽ പരിഹാരമുണ്ടായിരിക്കുന്നു. എപ്പോൾ മുതലാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്? ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ താമരശ്ശേരി ചുരത്തിലെ ഗതാഗത തടസ്സം മാറിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ വയനാട് ഭാഗത്തു നിന്നുള്ള അവിടെ കുടുങ്ങിക്കിടന്ന വാഹനങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ചുരം വഴിയാണ് ഇപ്പോൾ ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറോളമാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ, പ്രത്യേകിച്ച് ചരക്ക് വാഹനങ്ങളുണ്ട്, യാത്രക്കാരുണ്ട്, പല സ്ഥലങ്ങളിലായി പോയി വരുന്ന ആളുകളൊക്കെ തന്നെ 24 മണിക്കൂറോളം ഇവിടെ കുടുങ്ങിക്കിടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. നിലവിൽ ഇപ്പോൾ 9ാം വളവിലെ മണ്ണിടിച്ചിലിന് ശേഷം റോട്ടിലെ ഈ ഒരു കൂറ്റൻ പാറകളും മണ്ണും ഒക്കെ തന്നെ മാറ്റി കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ, സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ വാഹനങ്ങളൊക്കെ തന്നെ കയറ്റിവിടുന്നത്. ഇപ്പോൾ നിലവിൽ ഈ വയനാട് ചുരത്തിൽ വയനാട് ഭാഗത്ത് ഇവിടെ തടച്ചു വെച്ചിരുന്ന വാഹനങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വാഹനങ്ങൾ 4ാം വളവിൽ എത്തിയതിനു ശേഷം മാത്രമായിരിക്കും താമരശ്ശേരി ഭാഗത്തു നിന്ന്, അടിവാരം ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങളൊക്കെ തന്നെ കടത്തിവിടുക. വളരെയേറെ പരിശ്രമങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ കടത്തിവിടാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് ചുരം മാറിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് താമരശ്ശേരി ചുരത്തിലെ 9ാം വളവിലെ വ്യൂ പോയിന്റിൽ വലിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നത്. തുടർന്ന് വാഹന ഗതാഗതം ഒക്കെ തന്നെ തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ഒരു ഭാഗത്തെ മണ്ണും കല്ലും ഒക്കെ തന്നെ നീക്കിയിട്ടാണ് കുടുങ്ങിക്കിടന്ന വാഹനങ്ങളൊക്കെ തന്നെ പറഞ്ഞയച്ചത്. അതിനുശേഷം വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് രാവിലെ 7:30യോടുകൂടിയാണ് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും സന്നദ്ധ സേനകളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ വീണ്ടും ഈ റോഡ് വൃത്തിയാക്കുന്നതും അവിടെയുള്ള വലിയ കല്ലുകളൊക്കെ തന്നെ പൊട്ടിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി, മണ്ണ് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു, അവയൊക്കെ തന്നെ മാറ്റിയിട്ടാണ് ഗതാഗതം ഈ സ്ഥിതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ശക്തമായ മഴയും അതോടൊപ്പം എടുത്തു പറയേണ്ടത് കോടമഞ്ഞും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ദൗത്യത്തിന് ഏറെ തടസ്സം സൃഷ്ടിച്ചിരുന്നു. പിന്നീട് ഈ ഒരു പോലീസിന്റെയും അതോടൊപ്പം സന്നദ്ധ സേനകളുടെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ റോഡ് വൃത്തിയാക്കാൻ സാധിച്ചതും ഗതാഗതം പൂർണ്ണസ്ഥിതിയിലേക്ക് ആക്കാനും സാധിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെയേറെ ആശങ്കയിലാണ്. സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ വീണ്ടും ഈ ചുരത്തിലൂടെ പറഞ്ഞയക്കുന്നത്. എന്നിരുന്നാൽ പോലും എടുത്തു പറയേണ്ട കാര്യം, ഇന്ന് ഈ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ, അടിവാരത്തും അതോടൊപ്പം വയനാട്ടിലും കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ ചുരം വഴി ഇറങ്ങിയതിനു ശേഷം പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഗതാഗതം പൂർണ്ണസ്ഥിതിയിലാക്കൂ എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്.